നമുക്ക് സുധീരനെ പോലുള്ള ആളുകളുടെ ഒരു പ്രതികരണം അത് ആ വിഷയത്തിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. അത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ശരത്തെ നേരത്തെ പറഞ്ഞ ഈ മൂലധന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തുന്നതിനുള്ള ഒരു ബദൽ മാർഗം നിർദ്ദേശിക്കുന്നില്ല എന്നുള്ളിടത്ത് വരുന്നൊരു അപകടം എന്ന് പറയുന്നത് അതിനെ കാണുന്നത് സ്വകാര്യ മൂലധനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളിടത്താണ് വലിയൊരു അപകടം അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ സ്വകാര്യ മൂലധന പങ്കാളിത്തത്തിലൂടെ അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപം ഉയർത്തുന്നതിലൂടെയാണോ കുറവുകൾ പരിഹരിക്കാൻ പോകുന്നത്? അവരടിസ്ഥാന സൗകര്യ മേഖലയിൽ വികസനമൊന്നും നടത്താൻ പോകുന്നില്ല, അത് നിക്ഷേപിക്കാനും പോകുന്നില്ല. നമുക്കറിയാം ലാഭം ഉള്ള ഈ കരിമണലോ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ആണ് സ്വാഭാവികമായിട്ടും സ്വകാര്യ മൂലധന നിക്ഷേപം കേരളത്തിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മൂലധന സമാഹരണത്തിനും വരുമാനം ഉയർത്തുന്നതിനൊക്കെയുള്ള ബദൽ മാർഗങ്ങൾക്ക് പകരമായി ഒന്നും പറയാതിരിക്കുകയും തൽസ്ഥാനത്ത് സ്വകാര്യ മൂലധനത്തെ ഏത് വില കൊടുത്തും പ്രോത്സാഹിപ്പിക്കും എന്ന് പറയുന്നിടത്ത് അപകടം പതിയിരിക്കുന്നത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അവിടെ സ്ഥലത്ത് ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ ആഡ് ഓൺ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ നമ്മൾ 2026-27 വരവ് കണക്കാക്കിയിരിക്കുന്നത് 1,82,972 കോടി രൂപയാണ്. അപ്പോൾ അതേ സമയത്ത് ഈ ബഡ്ജറ്റിൽ കണക്കാക്കിയിരിക്കുന്ന വരവ് 1,69,646.37 കോടി രൂപയാണ്. അതായത് ഏകദേശം ഒരു എന്താ പറയുക, ഒരു 13,000 കോടി രൂപയുടെ കുറവ് വരുമാനത്തിൽ കാണുന്നു. അത് ബഡ്ജറ്റ് സൈസ് വല്ലാതെ കുറയുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ചെലവെടുക്കുമ്പോൾ 2,17,552 കോടി രൂപയാണ് എക്സ്പെൻഡിച്ചറായിട്ട് ബാലഗോപാൽ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ അത് 2,05,001 കോടി രൂപയിലേക്ക് ചുരുങ്ങിയാണ്. 17,000 കോടി രൂപയുടെ കുറവ് വരുന്നു. അപ്പോൾ ടോട്ടൽ ബഡ്ജറ്റ് സൈസ് തന്നെ കുറയുന്നു. അപ്പോൾ ബഡ്ജറ്റ് സൈസ് ഓരോ വർഷവും നമ്മൾ ആലോചിക്കുക, അത് നിശ്ചിത ഒരു പ്രത്യേക രീതിയിൽ അത് കൂടുന്നു അല്ലെങ്കിൽ കൂടേണ്ടത് അത്യാവശ്യമാണ്. ഗവൺമെൻറ് സ്പെൻഡിങ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഉയരുക എന്ന് പറയുന്നത് ഒരു ഇക്കോണമിയെ വൈബ്രൻ്റ് ആക്കുന്നതിലെ വളരെ നിർണായകമായിട്ടുള്ളൊരു ഘടകമാണ്. ഇനി ഇവിടെ ഈ വിഷയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വിമർശനങ്ങളും കൂടെയും ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞ വിമർശനങ്ങളും ഉൾക്കൊള്ളാം. അതായത് വരുമാനത്തിലുണ്ടായിരുന്ന ചോർച്ചയുടെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ടേംസിലാണ് ഇതിനെ കാണുന്നതെന്ന് നമ്മൾ അതും കൂടി എടുക്കാം, ആ വാദം എടുക്കാം. വാദത്തിന് വേണ്ടി അത് എടുക്കുമ്പോഴും ഉള്ളൊരു പ്രശ്നം എന്താണ്, നേരത്തെ ഡോക്ടർ തോമസ് ഐസക് ചൂണ്ടിക്കാണിച്ചതുപോലെ തനത് നികുതി വരുമാനം ഉയർത്തുന്നതിന് തനത് നികുതി കേന്ദ്രത്തിൻ്റെ എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളെയും കഴിഞ്ഞ ഗവൺമെൻറ് മറികടന്നത് എങ്ങനെയാണ്? തനത് നികുതി വരുമാനം, സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം ഉയർത്തുക എന്നുള്ളതാണ്. അതൊരു ആവറേജ് ഒരു 19 മുതൽ 24% ഓരോ വർഷവും തനത് നികുതി വരുമാനം എക്സെപ്റ്റ് കോവിഡ് വർഷങ്ങൾ, കോവിഡിൻ്റെ കാലത്ത് ഒഴിച്ചാൽ ബാക്കി എല്ലാ വർഷങ്ങളിലും തനത് നികുതി വരുമാനം ഉയർത്തുന്നതിനുള്ള വലിയ എഫർട്ട് നടത്തിയിട്ടുണ്ട്. ആ എഫർട്ടിൻ്റെ ഫലമായിട്ടാണ് അത് വലിയ തോതിൽ ഉയർന്ന് ഈ പറഞ്ഞ വരുമാനം 1,82,000 കോടി രൂപയിലേക്ക് ഉയരും എന്നുള്ള പ്രതീക്ഷയിലേക്ക് പോകാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ ഇതിനകത്ത് വരുന്ന ന്യൂനത തനത് നികുതി വരുമാനമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നികുതി രീതിയിലോ വരുമാനം ഉയർത്തുന്നതിനുള്ള പ്രത്യേകമായ ഒരു നിർദ്ദേശവും ബഡ്ജറ്റ് മുന്നോട്ട് വയ്ക്കാതെ ബഡ്ജറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ, അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചെലവിന് നമുക്ക് പൈസ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഉടനെ തന്നെ ഭക്ഷണത്തിന്റെ ചെലവ് അല്ലെ വന്നിരിക്കുന്ന കുറവ്, ഒരു പ്രശ്നമുണ്ടായാൽ വരുമാനം കുറഞ്ഞു എന്നൊരു തോന്നൽ വന്നാൽ അങ്ങനെ സ്ഥലത്തെ ലോകത്ത് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് മുണ്ടുമുറുക്കി ഉടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ആധുനിക കാലഘട്ടത്തിൽ ഈ മോഡേൺ കാലഘട്ടത്തിൽ നമുക്ക് ആ മുണ്ടുമുറുക്കി ഉടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഒരു സമ്പദ്ഘടന പ്രോഗ്രസീവായി പോകുന്ന ഫ്യൂച്ചറിസ്റ്റിക്കായ ഒരു ഘടനയ്ക്കും പോകാൻ കഴിയില്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ശരത്തെ, ഇവിടെ ഈ എപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്ന കാര്യം എന്താ വെച്ചാൽ നെഹ്റുവിയൻ ലെഫ്റ്റ് എന്നുള്ളൊരാശയം. പക്ഷേ അവിടെ എന്താ പ്രശ്നം, നെഹ്റുവിൻ ഇക്കണോമിക്സ്, നെഹ്റുവിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായ 2 കാര്യങ്ങളുണ്ട്. അത് ഒന്ന് പ്ലാനിങ് ആണ്. പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും വലിയ വക്താവായിരുന്നു നെഹ്റു.
ആ പ്ലാനിങ്, ആ പഞ്ചവത്സര പദ്ധതികളാണ് അദ്ദേഹത്തിൻ്റെ വികസനത്തിൻ്റെ അടിസ്ഥാനം. രണ്ട്, അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യം, ശക്തമായ പൊതുമേഖല. ഈ രണ്ട് കാര്യങ്ങളിലും വല്ലാതെ പിന്നോക്കം പോയിക്കൊണ്ട് ഇപ്പോൾ പ്ലാനിംഗ് ബോർഡിനെ സംബന്ധിച്ച് വേറെന്തൊക്കെയോ ആലോചിക്കുന്നു. അതൊരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക, അതിനെ പഠിക്കണം, അങ്ങനെയുള്ള രീതിയിലൊക്കെ. അതായത് അതും കേവലം നീതി ആയോഗിൻ്റെ തലത്തിലേക്ക് പോകുന്നൊരു പ്രശ്നത്തിലേക്ക് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പോകുന്നു. അപ്പം നെഹ്റൂവിയൻ ആശയങ്ങളിൽ നിന്നും പിൻപറ്റും എന്ന് പറയുന്ന ആളുകൾ തന്നെ അതിൽ നിന്നും പിന്നോക്കം പോകുന്നു എന്നുള്ള സൂചനകളും ബഡ്ജറ്റ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുള്ളതാണ് പ്രശ്നം. ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് കൂടി ഈ ചർച്ചയിൽ നേരത്തെ എൻ ശ്രീകുമാർ ഉന്നയിച്ച ഒരു പ്രശ്നം, ഇതൊരു സമ്പൂർണ്ണ ബജറ്റല്ല എന്ന് പറയുമ്പോൾ അല്ലാത്തപ്പോൾ തന്നെ 2016 സമാനമായ സാഹചര്യത്തിൽ ഒരു ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അന്ന് കിഫ്ബി അടക്കം അവതരിപ്പിച്ച, അതായത് അധികാരത്തിൽ വന്ന് കേവലം മാസങ്ങൾക്കുള്ളിൽ വീണ്ടും ബജറ്റ് അവതരിപ്പിച്ച ആ അനുഭവത്തിൽ നിന്ന് 40,000 കോടിയുടെ പ്രോജക്റ്റ് അവതരിപ്പിച്ച് കിഫ്ബിയെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒരു 10 വർഷത്തിനിപ്പുറത്തിരുന്ന് നമ്മളത് ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ സമ്പൂർണ്ണ ബജറ്റ് ഇതൊരു ആഡ് ഓൺ ബജറ്റാണ് എന്ന് പറഞ്ഞാൽ തന്നെ ആ നിലയിലേക്കുള്ള ഒരു വിഷ് ലിസ്റ്റിന് അനുസരിച്ച് പണം കണ്ടെത്തി ചെയ്യാൻ കഴിയുന്ന നിലയിൽ 26 ബജറ്റിൽ നിർഭാഗ്യവശാൽ ധനകാര്യമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. 16 ഇത്തരം ഒരു ചലഞ്ച് ഏറ്റെടുത്തപ്പോൾ ചെയ്തതിനെക്കുറിച്ച് തോമസ് ഐസക് പറയുന്നതിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട, പക്ഷേ നമ്മുടെ അനുഭവത്തിൽ നിന്ന് പ്രേക്ഷകരെന്ന നിലയിൽ നമുക്ക് താരതമ്യം ചെയ്യാം. അത് വളരെ വളരെ എഫക്റ്റീവായ ഒരു താരതമ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ബോധ്യങ്ങളൊക്കെ പ്രേക്ഷകരുടെ യുക്തിസഹമായ ചിന്തയ്ക്ക് ഞാൻ വിടുകയുമാണ്. രണ്ടാമത്തെ കാര്യം, ഈ എ കെ ആന്റണി എപ്പോഴും പറയുന്ന ഈ മുണ്ടുമുറുക്കി ഉടുക്കലുണ്ട്. ഞാൻ ആലോചിച്ചത് ഈ ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ കാലത്ത് 2006 ധനകാര്യമന്ത്രിയായ ഡോക്ടർ ഐസക്കുള്ള കാലത്താണ് അന്നൊക്കെ ഡിസ്കസ് ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് നമ്മുടെ താഴെത്തട്ടിലേക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലേക്ക് കൂടുതൽ പണം ചെലവഴിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുത്ത് സാധാരണക്കാരിലേക്ക് പണം പമ്പ് ചെയ്ത് അത് വിപണിയിലെത്തിച്ച് ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ മറികടക്കാൻ ഏറ്റവും അധികം സ്പെൻഡ് ചെയ്തൊരു കാലമുണ്ട്. അന്ന് മുണ്ട് മുറുക്കി ഉടുത്ത് അങ്ങനെ ട്രഷറി കാത്തു സൂക്ഷിച്ചിരിക്കുകയായിരുന്നില്ല, മൈനസിലേക്ക് പോകാതെ കാത്തു സൂക്ഷിക്കുകയായിരുന്നില്ല. ഇതുതന്നെയാണ് കോവിഡ് കാലത്ത് നമ്മൾ കേരളം, അങ്ങനെയാണ് നമ്മൾ മനുഷ്യരെ ജീവനോടെ പിടിച്ചു നിർത്തിയത്. അല്ലെങ്കിൽ കോവിഡിൽ മറ്റ് രാജ്യങ്ങളിലും സ്റ്റേറ്റുകളിലും ഒന്നും ഉണ്ടാകാത്ത പോലെ നമ്മൾ പോയത് അങ്ങനെ ചെലവഴിച്ചിട്ടാണ്. അദ്ദേഹം തന്നെ എഴുതി, ഞാൻ വായിച്ചിരുന്നു, ട്രഷറി മൈനസിലേക്ക് പോകാതിരിക്കാനല്ല, നിങ്ങൾ വളരെ കൃത്യമായി സ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന്. അങ്ങനത്തെ ഒരു നടപടിക്രമമുള്ളപ്പോഴാണ് ആ ഒരു വളരെ പിന്തിരിപ്പൻ ശൈലിയിൽ ബഹുമാന്യനായ ശ്രീ എ കെ ആന്റണി പറയുന്നത്. അദ്ദേഹം ശ്രീ വി ഡി സതീശനെ ഒരു വാചകം പറഞ്ഞോട്ടെ, എക്സ്പെൻഡിച്ചർ ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് മോഡേൺ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ അത് വളരെ ശ്രദ്ധയോടെ എഫക്റ്റീവായി ചെയ്യണം, ജോൺ മെയ്നാർഡ് ദുർവ്യയമാകരുത് പോലുള്ള ഈ മുതലാളിത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞാണ്. അതെ, യെസ്, അത് പക്ഷേ ദുർവ്യയമാകരുത്, വളരെ എഫക്റ്റീവ് ആകണം, വളരെ കാൽക്കുലേറ്റഡ് ആവണം, അത് പ്രൊഡക്റ്റീവ് ആവണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം എന്നുള്ളത്.